ചേട്ടാ ഒരു പോയിന്റ് വെച്ചിട്ട് തള്ളാതേട്ടാ ഞാനും സാധനം വാങ്ങാൻ നിൽക്കും. അവരിപ്പോ അടയ്ക്കും. ചോദിക്കേട്ടാ. കഴിഞ്ഞു. ചേട്ടാ ഒരു ഫുള്ള്. ചേട്ടാ ഒരു ഹാഫ് മതി ചേട്ടാ. കഴിഞ്ഞു. എന്റെ പൊന്നിയേട്ടാ സമയം കഴിഞ്ഞു. എന്തോ പരിപാടി അത്. ഇനി നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ചെല്ലേ. നീ എന്നാ വരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഒഴിക്കടാ. എന്നാ മച്ചാടി ഇന്നത്തെ അവസാനത്തെ കുപ്പിയത്, വിച്ച് മീൻസ് ദ മോസ്റ്റ് വാല്യുബിൾ വൺ. ഇതിനുശേഷം പിറക്കാതെ പോയ എല്ലാ കുപ്പികൾക്കും, നിരാശരായ എല്ലാ കുടിയന്മാർക്കും വേണ്ടി അളിയ ഞാൻ കരുതിയ സീൻ ശോകാവുന്ന കൃത്യം ഇവൻ കഴിഞ്ഞപ്പം ടപ്പേന്ന് വാതിലടഞ്ഞു. വിനയുടെ മുമ്പിൽ വാതിൽ അടയാറില്ലടാ, എന്നും തുറന്നിട്ടേ ഉള്ളൂ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ബലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കിട്ടിയാ? വാ വാ വാ. ആകെ ശോകമായി. മുമ്പ് ഇന്നവന് കിട്ടുകയും ചെയ്തു. നമ്മ കിളിവാലോടെ കൈ ഇടിയും ടപ്പ ഒന്നൊരടിയും. എന്റെ നെഞ്ചു പൊട്ടി ചോദിച്ചപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരെ വിളിച്ചാ കിട്ടും? കൈ വിറച്ചിട്ട് നിൽക്കാനും വയ്യ. ആ നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വികാരച്ചനൊന്ന് വിളിച്ചേ. അച്ഛൻ്റെ ഈ സാധനം ഉണ്ടോ? അച്ഛൻ്റെ സ്റ്റോക്ക് കാണും, അച്ഛന്മാരുടെ കയ്യിൽ കാണും. ഒന്ന് വിളിച്ചു നോക്കടാ, കിട്ടിയാ കിട്ടി. അച്ഛൻ്റെ നമ്പർ നീ സേവ് ചെയ്ത്. ആ വികാരി അച്ഛൻ ഉണ്ടേ. പ്രാർത്ഥിച്ചേ. റിങ് ചെയ്യുന്നു. അച്ചോ ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. അതെ ചാച്ചപ്പൻ അച്ചോ. അതെ ഡയമണ്ട് എഞ്ചിനീയർ. അത് തന്നെ. അച്ചോ ഉറക്കമായോ? ആ ഇല്ല, ഞാൻ വിളിച്ചത് അച്ചോ, നാളെ ഞാൻ ഈ കൊമ്പസാരം കഴിക്കാൻ വേണ്ടി രാവിലെ വരണോ വൈകിട്ട് വരണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഹലോ അച്ചോ വയ്ക്കല്ലേ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. അച്ഛൻ്റെ കയ്യിൽ കുപ്പി വല്ലതും ഉണ്ടോ? ഞാൻ ആരോടും പറയില്ല. റമ്മായാലോ ബ്രാൻഡിയോ വിസ്കി ആയാലും മതി. ഞാൻ നാളെ വാങ്ങിത്തരാം. കള്ളയടച്ചു വെച്ചു, അതുകൊണ്ടാ. സെമിനാരിയിലൊക്കെ ഇപ്പൊ തെറിയാണ് പഠിപ്പിക്കുക. പിടിച്ചേ, ബൈബിൾ വായിച്ചത് വെറുതെ. കുപ്പി വാങ്ങിയ ബൈബിൾ വായിച്ചതിന് ബൈബിൾ വായിച്ച നീക്ക നേരത്തെ എത്താനാണ്. എന്നിട്ട് വെറും കൈയോടെ വന്നേക്കണം. പിന്നെ അച്ഛനല്ല വേറെ ആരെ വിളിക്കാൻ ഈ നേരത്ത്? എന്ത് സഹായം ഏത് നേരത്തും ചോദിക്കാമെന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞ നീ കേട്ടില്ലേ? അതിൽ കുപ്പിയുടെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലല്ലേ? ഇതെന്ത് ഭാഗ്യക്കലാണ്. വാതിക്കെത്തും, എന്നാ അത് കിട്ടൂല. ഏരണം കെട്ടവൻ. എന്റെ ചാച്ചപ്പ പോയവന്റെ വിഷമം അറിയും. കിട്ടാത്തവന്റെ വിഷമവും. പോലീസ് നീതി പാലിക്കുക. ചേട്ടാ നിർത്തിക്കേ. ചേട്ടാ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോണായിരുന്നു. ചേട്ടാ എനിക്ക് 11 മണിക്ക് ഇന്റർവ്യൂ ഉള്ളതാ. എടാ ഇവരെ ഹോസ്പിറ്റലാക്കിയിട്ട് നിന്നെ വിടാം. അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവിട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഒന്നെങ്കിൽ നീങ്ങിരിക്കടാ. ആ
ഹലോ ആ ചാൻസൽ നമ്പർ ഓണാ മെറിറ്റിലാരും വന്നില്ലെങ്കിൽ അടുത്ത ചാൻസ് എനിക്ക് തന്നെ. നോ, എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാളും കൂടി ജോയിൻ ചെയ്യാനുള്ളൂ. സാനിയ യെസ്. ചേട്ടാ എനിക്ക് 11 മണിക്കാ കോളേജ് അഡ്മിഷൻ. എന്റെ മോനെ ഓട്ടോയിൽ പ്രസവിച്ച ജീവിതകാലം മുഴുവൻ നാണക്കേടാ. നീ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കും. അബിൻ ഗീവർഗീസ്, അബിൻ ഗീവർഗീസ്. അബിൻ ഗീവർഗീസ്. വിനയ് ശങ്കർ. ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ സർ. എത്ര വയസ്സായി? 1500 ഒന്നും വേണ്ട, 100 രൂപ തന്നാൽ മതി. ചേട്ടായി സമയം വൈകിട്ടോ, വേം വിട്ടോണേ. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഗ്രൂപ്പ് ഏതാ ബ്ലഡ്? എ പോസിറ്റീവ്. നീ വന്നേ വാ. ഞാൻ ചേട്ടാ ഞാൻ തന്നെ വരുന്നത്. നീ ഒന്ന് വന്നിട്ട് എന്റെ പൊന്നിയേട്ടാ എനിക്ക് കോളേജിൽ ഇന്റർവ്യൂവിന് പോകാനുള്ളതാണെന്ന്. ഇപ്പൊ വിടാം മോനെ, ഇപ്പൊ വിടാം. ഇനിയിപ്പോ ഈ നേരത്തെ വേറെ ആളെ കിട്ടാനില്ല. എന്റെ ചേട്ടാ എനിക്ക് ഇന്റർവ്യൂ ആണെന്ന്. വരാൻ ഇപ്പൊ വിടാം, ഇപ്പൊ തന്നെ വിടാം. എന്റെ ചേട്ടാ കോളേജ് അഡ്മിഷൻ ഉള്ളതാണ്. അതൊക്കെ ശരിയാക്കാം. ഇപ്പൊ വിടാം, ഇപ്പൊ വിട്ടേക്കാം. വിനയ് ശങ്കർ സർ. സർട്ടിഫിക്കറ്റ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഹേ അബിൻ. നോ, വിനയ് ശങ്കർ. സോറി, ഞാൻ ലിസ്റ്റിൽ കണ്ട പേര് അബിൻ എന്നായിരുന്നു. ഓക്കെ. ടൗണിലേക്കാണോ? യാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. ഡാഡി, ഇതിന്റെ ബാച്ച്മേറ്റ് വിനയ്. ഹലോ അങ്കിൾ. ഹലോ. സാറേ സാർ, അബിൻ ഗീവർഗീസ്. യു ആർ ലേറ്റ്. വേറൊരാൾ ജോയിൻ ചെയ്തു. അയ്യോ സാർ, സമരം കൊണ്ട് ബസ് കിട്ടിയില്ല, അതുകൊണ്ടാ. സോറി.